ഹലോ സുഹൃത്തുക്കളെ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളൊരു പുതിയ ഐറ്റം ഉണ്ടാക്കുകയാണ്. നമ്മൾ വാഫേഴ്സ് അല്ലെങ്കിൽ വാഫിൾ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അവസാനം ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് കാണാൻ പറ്റും. ലിസ്റ്റിലെല്ലാം ഉണ്ട്. അതിനകത്ത് മൈദ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബട്ടർ ഒരു 125 ഗ്രാം, ഷുഗറല്ലേ പൗഡേർഡ് ഷുഗറാണെങ്കിൽ ഒരു 1/2 കപ്പ്, മുട്ട 3 എണ്ണം, പാല് മിൽക്ക് 250 ml, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വാനില എസൻസ് ചേർക്കാം. അത് ഒരു ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഗ്രേറ്റഡ് ആപ്പിൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഗ്രേറ്റഡ് ആപ്പിൾ എന്ന് പറയുന്നത്. അതുകൂടി ചേർത്ത് രുചി കൂടുതൽ കിട്ടും. പിന്നെ കുറച്ച് കറുവാപ്പട്ട പൗഡർ, പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയായിരിക്കും. അതാണ് നമ്മളിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് അത് ഈ ബീറ്റർ വെച്ച് അടിച്ചെടുക്കണം. കണ്ടോ, അതിപ്പോൾ കാണാമല്ലോ, ബീറ്റർ കൊണ്ട് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് മിക്സ് ചെയ്ത്. അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ മൈദ ആക്കി ഇടുന്നതിന് മുമ്പിൽ തന്നെ ആദ്യം കുറച്ച് ബട്ടർ, ഞാൻ പറഞ്ഞ അളവിൽ ഷുഗർ, പിന്നെ ഒരു 2-3 എഗ്ഗ് അടിച്ച് ചേർക്കുക. അതിനകത്തേക്ക് പൊട്ടിച്ചിടുക. ആവശ്യമുള്ള പാല് ഇതും ചേർത്തിട്ട് നമ്മൾ ഒന്ന് ബീറ്റർ കൊണ്ടൊന്ന് അടിച്ചെടുക്കുക. ഓക്കെ, ബീറ്റർ കൊണ്ട് അടിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ച് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ മൈദ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ, അതുപോലെ ബേക്കിംഗ് പൗഡർ, പിന്നെ ഗ്രേറ്റഡ് ആപ്പിൾ, കറുവാപ്പട്ട, ഇങ്ങനെയുള്ളതെല്ലാം ചേർത്തിട്ട് അത് പിന്നെ അടിച്ചെടുക്കുകയാണ് നമ്മളതിനകത്ത് കേട്ടോ. അപ്പോൾ ആ കാണുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അത് അടിച്ച് നമ്മൾ ബീറ്റർ കൊണ്ട് അടിച്ച് നന്നായിട്ട് ചേർത്ത് ഒരു നല്ലൊരു ബാറ്റർ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് പല സ്റ്റെപ്സായിട്ട് നമുക്കത് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പല സ്റ്റെപ്സായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കുമല്ലോ. ഇപ്പോൾ ഇത് കാണുന്നത് ആപ്പിൾ എടുത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. കണ്ടോ, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഈ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. എല്ലാം നല്ല കംപ്ലീറ്റ് ഒരു ബാറ്ററായിട്ട് വരണം അത് ഇതെല്ലാം. അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം, അത് മറക്കരുത്. പിന്നെ ഇത് കുറച്ച് നേരം വെച്ചേക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു 15-20 മിനിറ്റ്, ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. അത് നന്നായിട്ട് യോജിച്ച് വരും. അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ഒരു ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് നേരം വെച്ചിട്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ട് നല്ല ഒരു ടേസ്റ്റ് വ്യത്യാസം കാണും കേട്ടോ. അങ്ങനെ നമുക്കത് ഇതുണ്ട്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീറ്റർ കൊണ്ട്. അത് ആ പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുന്ന കാണാമല്ലോ അല്ലേ. ഓക്കെ, അപ്പം അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള വാഫിൾ മേക്കർ എടുക്കണം. ഇപ്പോൾ കണ്ടത് അതിനകത്ത് നല്ലപോലെ എണ്ണ അപ്ലൈ ചെയ്യണം. അത് കണ്ടില്ലേ, ബ്രഷ് കൊണ്ട് നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ മാവെടുത്ത് അതിലൊഴിക്കും. ഒഴിച്ച് അത് ഇപ്പോൾ അതിലൊരു സാധാരണ ഇതിലൊരു റെഡ് ബൾബ് കാണാമല്ലോ അല്ലേ, ഒരു ഇഗ്നീഷൻ ലൈറ്റ്. അത് പിന്നെ പച്ചയായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സമയമായെന്നുള്ളതാണ്. അതിൻ്റെ വെന്ത് കഴിയുന്ന നേരത്തിനും അത് നമുക്ക് എടുക്കാൻ പറ്റും, നല്ല ഷേപ്പിൽ എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൽ നമുക്ക് പിന്നെ ഏതെങ്കിലും ജാമോ അങ്ങനെയുള്ളതെല്ലാം തേച്ച് കഴിക്കാം. ഇല്ലെങ്കിൽ പിന്നെ പല രീതിയിലുള്ള പിന്നെ വേഫേഴ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, വാഫിളുകൾ. ഇപ്പോൾ കാണാവോ, നമ്മൾ കോരിച്ചരിക്കുകയാണ് ആ മാവ്. നമ്മൾ അടിച്ച് വെച്ചിരുന്ന മാവ് അത് ചരിച്ച് നന്നായിട്ട് പരത്തിയെടുത്ത് കംപ്ലീറ്റായിട്ട് കേട്ടോ. കുറച്ചുകൂടി ഒഴിക്കണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ നല്ല ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ അത് വെന്തോളും കേട്ടോ. കണ്ടോ, അത് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അത് ഉണ്ടോ. ഇപ്പോൾ അത് ഒരു ഷേപ്പായത് അത് വളരെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല സാധനമാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് ജാമോ വല്ലതും ഒക്കെ പിന്നെ അപ്ലൈ ചെയ്ത് തേച്ച് വെച്ച് കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പിന്നെയും വേണമെന്ന് അവർ പറയും. അത്രയ്ക്ക് രുചിയുള്ളൊരു സാധനമാണിത്. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കാണാമല്ലോ അല്ലേ. ഇപ്പോൾ
എടുത്തിട്ടിരിക്കുന്നത്. ഫിനിഷ്ഡ് പ്രോഡക്റ്റാണത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് ആ മെഷീൻ, ഇതാണ് വാഫൽ മേക്കർ എന്ന് പറഞ്ഞ സാധനമാണ് ഈ കാണുന്നത് കേട്ടോ. അത് നമുക്ക് ഇവിടുന്ന് വരുത്താൻ പറ്റും, നമ്മുടെ പിന്നെ ആമസോണിൽ നിന്നൊക്കെ വരുത്താൻ പറ്റും, അല്ലെങ്കിൽ ഇവിടുത്തെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഇത് കേട്ടോ. ഓക്കെ.